ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, സ്നേഹം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സ്നേഹം നാം അനുഭവിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാര്യസാധ്യത്തിനായി അല്പസമയത്തേക്കുള്ള സ്നേഹം എപ്പോഴെങ്കിലും നാം അനുഭവിച്ചിട്ടുണ്ടാകും. വികാരപരമായ സ്നേഹപ്രകടനങ്ങളും നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. കുടുംബ ബന്ധങ്ങളിലെ സ്നേഹവും സഹോദര സ്നേഹവും സുഹൃത്ത് ബന്ധങ്ങളിലെ സ്നേഹവും എല്ലാം നാം അനുഭവിക്കാറുണ്ട്. എന്നാൽ ഇതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി ഒരു തികഞ്ഞ സ്നേഹത്തെ പ്രതിപാദിക്കുന്ന ഗ്രീക്ക് പദമാണ് അഗാപ്പെ. ഈ പദങ്ങൾ ബൈബിളിൽ കാണുന്ന ഭാഗങ്ങൾ യോഹന്നാൻ 3:16, 1 കൊരിന്ത്യർ 13, 4:6, 1 യോഹന്നാൻ 3:16 എന്നിവയാണ്. യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നതിനായി നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ അയച്ചപ്പോൾ ദൈവം ഈ പൂർണ്ണമായ സ്നേഹം പ്രകടിപ്പിച്ചു. സ്നേഹത്തിൻ്റെയും ദാനത്തിൻ്റെയും ഉയർന്ന രൂപമാണ് അഗാപ്പെ. ഉപാധികളില്ലാത്ത സ്നേഹം, ത്യാഗപരവും ദിവ്യവും അമാനുഷികവുമായ സ്നേഹമാണിത്. ഗ്രീക്ക് ഭാഷയിൽ സ്നേഹത്തെ കാണിക്കാൻ 4 പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്: ഈറോസ്, ഫീലിയ, സ്റ്റോർജ്, അഗാപ്പെ. ഇതിൽ ഈറോസ് പ്രണയപരമായ അല്ലെങ്കിൽ വികാരഭരിതമായ പ്രണയത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. ഫീലിയ ആകട്ടെ സഹോദര സൗഹൃദത്തെയാണ് കാണിക്കുന്നത്. സ്റ്റോർജ് കുടുംബ സ്നേഹത്തിനായി ഉപയോഗിക്കുന്നു. എന്നാൽ അഗാപ്പെ എന്ന പദം നിസ്വാർത്ഥമായ ത്യാഗപൂർണമായ ദിവ്യസ്നേഹത്തെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. യോഹന്നാൻ 3:16 ഇത് ഉപയോഗിച്ചിരിക്കുന്നു. കേൾക്കൂ: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ സ്നേഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് അഗാപ്പെ. നമ്മുടെ യോഗ്യതകൾ കണക്കാക്കാതെ, നമ്മുടെ അസഹിഷ്ണുതകൾ നോക്കാതെ, പ്രത്യാഘാതങ്ങൾ വകവയ്ക്കാതെ നമ്മോട് കാണിക്കുന്ന ദിവ്യമായ സ്നേഹം, ഒരു പരിശുദ്ധ സ്നേഹം. അത് മനുഷ്യന് പ്രകടിപ്പിക്കാനാകുമോ? റോമർ 5:5 കേൾക്കൂ: നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെടുന്നു. ഈ വാക്യത്തിലെ സ്നേഹം എന്ന വാക്ക് അഗാപ്പെ എന്ന വാക്കാണ്. ഈ വാക്യമനുസരിച്ച് ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തോടുള്ള അഗാപ്പെ സ്നേഹം ചൊരിയപ്പെട്ടിരിക്കുന്നു. അതിനാൽ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ യഥാർത്ഥ ക്രിസ്തു വിശ്വാസിക്ക് ആകും. എല്ലാ വിശ്വാസികളിലും ഉണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ തലമാണിത്. ലോകം വാഗ്ദാനം ചെയ്യുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ നിസ്വാർത്ഥ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ സവിശേഷതകൾ 1 കൊരിന്ത്യർ 3-7 വരെയുള്ള ഭാഗങ്ങളിൽ കാണാം. കേൾക്കൂ: എനിക്കുള്ളതെല്ലാം ദരിദ്രരെ പോറ്റുവാൻ ദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ നടത്തുന്നില്ല. സ്നേഹം അഹങ്കരിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഇതാണ് ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മിൽ പകരുന്ന അഗാപ്പെ സ്നേഹം. അതായത് ദൈവസ്നേഹം ലോകം തരുന്നത് പോലെയുള്ള ഒരു സ്നേഹമല്ല. ഈ സ്നേഹത്താൽ പൂർണ്ണ സന്തോഷം അനുഭവിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾക്കാകുന്നു. ഈ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് പകരാനായാൽ അവർക്കും ഈ സന്തോഷം ലഭിക്കുന്നു. നാം പാപികളായിരിക്കെ നമുക്ക് അർഹതയില്ലാത്ത അഗാപ്പെ സ്നേഹമാണ് പിതാവായി ദൈവം നൽകിയത്. സ്വന്തം പുത്രനെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി നൽകി. പുത്രനാകട്ടെ കാൽവരി കുരിശിൽ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി യാഗമായി തീർന്നു. അഗാപ്പെ സ്നേഹം നമ്മോട് പ്രകടിപ്പിച്ചു. ഇനി നമ്മുടെ ഊഴമാണ് ഈ സ്നേഹം മറ്റുള്ളവരോട് നാം പ്രകടിപ്പിക്കണം. അതല്ലേ യേശുവിൻ്റെ കൽപ്പന: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഈ അഗാപ്പെ സ്നേഹം പ്രകടമാക്കാൻ നമുക്കായാൽ നാം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി, പിതാവായ ദൈവത്തിൻ്റെ മക്കളായി അതിനെല്ലാവർക്കും സാധ്യമാകട്ടെ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും
സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.